രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമോ നമ. വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കമ്മാരെഴുന്നള്ളിയിടിനാൻ. രാമനായി അവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം സത്യജ്ഞാനാനന്ദ ആനന്ദ അമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോട് പ്രദ്യുഗ്ധാനവും ചെയ്തു വിധിനന്ദനോട് ചെന്നെതിരേറ്റു. യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്ന് ഭക്ത്യാ സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിട്ടിനാൻ. അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിൽ തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാന്താന്തരാത്മാവായതു ഞാനിക തപോനിധി. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്നു ചിന്തിച്ച് എഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിൽ തിരുവടിയരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോട് അതു നേരം. ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജസുഭാഗുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനേപ്പതേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തിസന്ധന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സന്ത്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും. വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുൾ ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഗ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണി. മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നൻ പ്രാർത്ഥിക്ക മൂലമായി. പത്മലോചനൻ ഭൂമി ഭാരത്തി കളവാനായി
നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകുമതി കൗസല്യ കേൾ. ഇരുവരും കോടെ സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുകുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു. നീ വാങ്ങിക്കൊള്ളുക വരം എന്നാൽ പുത്രനായി പിറക്കേണം എനിക്കു ഭവാൻ എന്നു സത്വരം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും. പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ. ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലയോനിജായുണ്ടായി വന്നു. ആഗതനായാൽ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കോടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഗ്യമിത് വക്തവ്യമല്ല താനും. പുത്രനെ കോടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക അരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ. ഗുണങ്ങൾ വരുവാനായി പോവിന്യൻ ഉര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീര ബാണ ഖഡ്ഗപാണികളായ ഭൂപതികുമാരന്മാരോട് കൗശിക മുനി യാത്രയും അയപ്പിച്ച് ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാതകന്മാരോടു നടന്നു. വസവാദ്യമരോഗവന്തിതപാദത്തോടും ആസവാദ്യമരോഗവന്തിതപാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായത് അഹല്യയ്ക്കും തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നം ഉര ചെയ്തതും ഓർത്തോളം. മുന്നം ഉര ചെയ്തതും ഓർത്താൾ അപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജവിലോചൻ പത്മജ മനോഹരൻ. യുദ്ധമാത്മനീ ചിന്തിച്ചു ദാനവും ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രത്തോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ദാനവും ചെയ്തു മുഖർ അഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയനായോര് ആദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതൻ ആനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്താൽ. സഭുജരായ സജ്ജനങ്ങളെ, രാമായണ മാസത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വിസ്തരിച്ച് പറഞ്ഞു. ഭൂമിദേവി ഗോരൂപം പൂണ്ട്
ബ്രഹ്മാവിനെ മരുപ്പിച്ചുകൊണ്ട് പാലാഴിയിൽ പുക്ക് അംബുജനേത്രൻ്റെ അടുത്ത് ചെന്നു. ഭൂമിയിലുള്ള ഭാരം ഒതുക്കാനും രാവണൻ്റെ ആ ദുഷ്കൃതി മാറ്റാനുമായി ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു ദശരഥൻ്റെ പുത്രനായിട്ട് അവതരിക്കുന്നു. അത് അവതരിക്കലുണ്ടായി. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഭാഗവതമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന് കിട്ടിയ ഭാഗ്യം ദശരഥന് കിട്ടാത്തത്? ഇപ്പോൾ ദശരഥൻ നായാട്ടിന് പോയപ്പോൾ ആനയുടെ നേർക്ക് അമ്പെയ്തേ, സന്ധ്യയ്ക്ക് നേരെ അമ്പെയ്താൽ തന്നെ തെറ്റാ, അത് നിയമത്തെറ്റാ, പക്ഷെ അത് വിധിയാണ്. പക്ഷേ ആ ദശരഥന് അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മാർഗം ഉണ്ടായില്ല. അപ്പോഴാണ് ശ്രവൺകുമാരൻ്റെ അച്ഛനും അമ്മയും ശപിക്കുകയാണ്. പുത്രദുഃഖത്താൽ മരിക്കുന്ന ഞങ്ങൾ ഇതാ ശപിക്കുന്നു, നീയും പുത്രദുഃഖത്താൽ മരിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ ദശരഥൻ്റെ മരണം. എന്നാൽ പരീക്ഷിത്ത് മഹാരാജാവിന് ഈ ഭാഗ്യം ഉണ്ടായി. എന്താണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ വേദമന്ത്രങ്ങൾ കേൾക്കാനും രാമനാമം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ട് നൈമിഷാരണ്യത്തിൽ സൂതപൗരാണികനിൽ നിന്നും ഭാഗവതം കേൾക്കാൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇതൊരു കാര്യം ഉറപ്പാണ്. ഭഗവാൻ കൃഷ്ണൻ ത്രേതായുഗത്തിലെ നന്മ തിന്മകൾ രണ്ട് രാജ്യങ്ങളിലാണ്. നന്മ കിടക്കുന്നത് ഭാരതത്തിൽ, തിന്മ കിടക്കുന്നത് ലങ്കയിൽ. അപ്പോൾ ഇവിടെ ഈ രാമായണത്തിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് രാവണ മനസ്സിൽ നിന്നും രാമ മനസ്സിലേക്ക് എത്താനാണ് ഈ രാമായണം. ഇതെല്ലാം തന്നെ പരമാത്മാവാന്നാണ് പറയുന്നത്. പരമാത്മാവെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ആൾക്കാർക്കൊക്കെ നിത്യജീവിതത്തിൽ സംശയം തോന്നാറുണ്ട്. പരമാത്മാവോട് ചലിക്കാണ്ട് നിൽക്കുക എന്ന് അർജുനോട് ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പരമാത്മാവ് സീതയാകുന്ന ആ പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രപഞ്ച ഘടകങ്ങളെ സൃഷ്ടിക്കുകയാണ്. ഭഗവാൻ പറയുന്നു, എനിക്ക് ആരോടും ഒന്നുമില്ല, എന്നിലല്ലാണ്ട് എന്നാൽ എല്ലാവരും എന്നിലില്ല. ഇനി അപ്പോൾ പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മളെല്ലാം തെറ്റിദ്ധരിക്കുക. നമ്മളെ വിചാരിക്കുക എന്താ, എത്ര നാമം ജപിച്ചു, എത്ര ഹോമകർമാദികൾ ചെയ്തു, എന്നിട്ട് എന്തേ എനിക്ക് ഫലം കിട്ടാന്നേ. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഈ രാമായണം ചലിക്കേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങളെ മാറ്റിക്കൊണ്ട്, കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം മാറ്റിക്കൊണ്ട് ആ രാമ മനസ്സിലേക്ക് എത്താനാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പം നമുക്കറിയാണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ സൈൻ കോസെ കാൽക്കുലസ് പഠിക്കുന്നു, ഹിസ്റ്ററി പഠിക്കുന്നു. ഇതിലേതെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥത മാറ്റാൻ സാധിക്കുമോ? പണമില്ലാത്തവന് തോന്നും, ഓ പണക്കാരനായ ഭാഗ്യമാണ്. പണക്കാരനോട് ചോദിച്ചാലോ, ഒരു മനസ്സമാധാനമില്ല. ജോലി ഇല്ലാത്ത ആൾ പറയുക, ജോലിയുള്ള ആൾക്കാർക്ക് നല്ല മനസ്സിന് സന്തോഷമാണ് തോന്നും, സ്വസ്ഥത ഉണ്ട് തോന്നും. ജോലിയുള്ള ആളോട് ചോദിച്ചാലോ, ഒക്കെ മടുത്തു. പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് റിട്ടയേർഡ് ലൈഫ് ആകുമ്പോഴേ അച്ഛനമ്മമാർ പറയും, എന്തൊരു സുഖമില്ല, അവർക്കും സ്വസ്ഥത ഇല്ല. എന്തുകൊണ്ടാ? അവിടെയാണ് ആ ഈശ്വരനെ ഭജിക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിൻ്റെ ഉള്ളിൽ സ്വസ്ഥത വേണമെങ്കിൽ സ്വസ്ഥത പ്രതിഷ്ഠിക്കണം. ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവർക്ക് ഈ സ്വസ്ഥത ഉണ്ടോ. അതിന് രാമായണം. അപ്പം നമ്മൾ ഈ കർക്കിടക മാസം പറഞ്ഞ രാമായണ മാസം എടുക്കുന്നത് എന്താണ്? ആ കർക്കിടക മാസത്തിലെങ്കിലും രാമായണം വായിച്ചിട്ടാണ്. അതായത് ഈ തുണിക്കടയിലൊക്കെ പോയാലേ ഒരു ആടിമാസം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്, ലാഭം കിട്ടുമെന്ന് മോഹിക്കും. എന്ന മാതിരി കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചാൽ കുറച്ച് പുണ്യം കിട്ടും. ധന്യ വൈശാഖ മാസം, ധന്യാണ് മാധവമാസം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നാം ചിന്തിക്കേണ്ടത് ഈ രാമ മനസ്സിലേക്ക് എത്താൻ നാമമന്ത്രങ്ങൾ വേണം. അതാ കലിയുഗത്തിൽ വേണ്ടത്. ഇവിടെ രാമൻ്റെ ജനനത്തിന് ശേഷം വിശ്വാമിത്ര മഹർഷി വരികയാണ്. വിശ്വാമിത്ര മഹർഷി വന്ന് പറയാണ്, മക്കളെ ഒന്ന് പറഞ്ഞയക്കണം, അവിടെ രാക്ഷസന്മാരുടെ ഉപദ്രവം കൂടുതലാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളാണെങ്കിൽ സമ്മതിക്കുമോ? ശ്രീരാമനെയും ലക്ഷ്മണനെയും പറഞ്ഞയക്കുകയാണ്. ആ പോകുന്ന അവസരത്തിലാണ് താടകയെ വധിക്കുന്നത്.
താടകയുടെ ഒച്ചക്കൂട്ടോടുകൂടി രാമൻ അമ്പ ഇത് കൊല്ലാണ്. അപ്പം താടക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ മാറ്റണം. ആ താടക വധം കൊണ്ടെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം മാറ്റുമ്പോൾ അവിടെ സന്തോഷം വരും, നമ്മുടെ ഉള്ളിൽ പ്രകാശം വരണം, നമ്മുടെ മനസ്സ് പ്രകാശിക്കണം. അതിന് തന്നെയാണ് ഈ രാമായണം. 21 കഥാപാത്രങ്ങളെ നമുക്ക് രാമായണം തന്നിട്ടുണ്ട്. ഒരു ഗുരുനാഥനില്ലാണ്ട് രചിച്ചതാണ് രാമായണം. ഒരു ബേസില്ലാണ്ട്, ഒരു പൂർവികമായിക്കൊണ്ടൊരു പുസ്തകം നോക്കാണ്ട് രചിച്ചതാണ് വെറും കാട്ടാളനായിരുന്ന ഈ രത്നാകരൻ. ഒരു കാട്ടാളന് ആരാവാം? മഹർഷിയാവാം. ഇത് രാമായണത്തിലല്ലാണ്ട് എവിടെയാണുള്ളത്? കേരളത്തെ രാമായണത്തെക്കുറിച്ച് ധാരാളം കൃതികൾ എഴുതിയിട്ട് 100 കണക്കിന് രാമായണങ്ങൾ ഇന്നും എഴുതുന്നു. വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിനുണ്ടോ? തമിഴ്നാട്ടിൽ 200-ലധികം രാമായണം, കർണാടകത്തിൽ 300-ലധികം, തെലുങ്കിൽ 400-ലധികം, മറ്റ് ഹിന്ദിയിൽ എത്രയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് രാമായണത്തിൻ്റെ പ്രസക്തി. അപ്പം ഇവിടെ ഈ തടയാവധം കഴിഞ്ഞിട്ട് പോണ വഴിക്ക് പറഞ്ഞു ബല അതിബല 2 ഔഷധം പറഞ്ഞു കൊടുത്തു. ദാഹവും വിശപ്പും വരാനാ, അത് ഒഴിവാക്കാനാണ്. അതെന്താണെങ്കിൽ ഇതും മനസ്സിൻ്റെ ഒരു വൈബ്രേഷനാണ്. ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നു, ഇന്നെ ഗുളിക കഴിച്ചോളൂ, ഉച്ചയ്ക്ക് 2 ഗുളിക കഴിച്ചോളൂ, വൈകുന്നേരം കഴിച്ചോളൂ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? അല്ല ഡോക്ടറെ, ഇത് കഴിച്ചാൽ മാറുമെന്നോ? പറയില്ല. കാരണം എന്താ? നമുക്ക് വിശ്വാസമുണ്ട്. വിശ്വാമിത്ര മഹർഷി ബല അതിബല എന്ന് 2 മന്ത്രം ഉപയോഗിച്ചപ്പോൾ 100% വിശപ്പ് വരില്ല എന്ന് പറയും. ഇപ്പം ഏകാദശി നമ്മൾ നോൽക്കാറുണ്ടല്ലേ, പൂവും വെള്ളമായിട്ട് നോൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ എനിക്ക് പുണ്യം കിട്ടും എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുക. അപ്പോൾ രാമായണം മനസ്സിൻ്റെ തിന്മകളെ നന്മയിലേക്ക് ഉയർത്താനാ, ശരീരത്തിൻ്റെ അനാരോഗ്യത്തെ ആരോഗ്യപ്രദമാക്കി മാറ്റാനാ, കുടുംബത്തിലെ ഛിദ്രവാസനകളെ ഭദ്രവാസനയാക്കി മാറ്റാനാ, സമൂഹത്തിൽ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന സമൂഹത്തെ ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ഏകീകരിക്കാനാ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിത്യജീവിതത്തിൽ നമുക്ക് അസ്വസ്ഥത ഒഴിവാക്കാൻ എന്ത് വേറെ ചെയ്തിട്ടും കാര്യമില്ല. എന്താ വേണ്ടത്? ഈശ്വരനെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കണം എന്നാണ് പറഞ്ഞത്. ഈശ്വര ആരാധനയിലൂടെ മാത്രമേ മനസ്സിന് സമാധാനം കിട്ടൂ എന്നാണ് പറയുന്നത്. കാരണം എന്താണെങ്കിൽ ആ ഭഗവാന്റെ ചിന്ത നമുക്ക് വേണം. ഇപ്പം ശംഖ്, ചക്രം, ഗദ, പത്മം ഈ 4 കൂടിയിട്ടാണല്ലോ ഭഗവാൻ കണ്ട വഴിക്ക് പറഞ്ഞു എനിക്ക് കാണണ്ട എന്നാണ് പറഞ്ഞത് കൗസല്യ. ഈ രൂപം എനിക്ക് ബാലരൂപം മതി എന്നാണ് പറഞ്ഞത്. എന്താ ശംഖ്, ചക്രം, ഗദ, പത്മം എന്ന് പറഞ്ഞാൽ? എന്തിനാണ് ഭഗവാൻ ഒരു ഗദ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഭഗവാൻ ഒരു ഗദ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട്. ഗുരുവായൂർ പോയി ആ ഗുരുവായൂരപ്പനെ കണ്ടു പോയി, ഭഗവാന്റെ ഗദയാണ് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ട് പൂജിക്കാനല്ല. ഗദ ഒരു ആയുധം എന്തിനാ? ശത്രുവിനെ നിഗ്രഹിക്കാനാ. ആരാ നമ്മുടെ ശത്രു? ഭഗവാന് ശത്രു ഉണ്ടോ? ഭഗവാന് ശത്രുവില്ല. നമ്മുടെ ശത്രു ആരാ? കുറേ ആളുണ്ട്. 2 ആളുടെ ഞാൻ പറയാം. ഒന്ന് നമുക്ക് എന്താ പറയുക? ദേഷ്യം അല്ലെങ്കിൽ ആലസ്യം. ദേഷ്യം ഏറ്റവും വലിയ ശത്രുവാണ് നമ്മുടെ, സംശയമൊന്നുമില്ല. കാരണം എന്താ അറിയോ? ദേഷ്യം ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നോക്കിയിട്ടുണ്ടോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മെല്ലെ സംസാരിക്കൂ. കാരണം എന്താ? ഉള്ളിലാണ് സ്നേഹം. അപ്പം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ എന്താ? മെല്ലെ സംസാരിച്ചാൽ മതി. പക്ഷേ 5-6 മാസം കഴിഞ്ഞ് ഇവരങ്ങോട്ട് തല്ലുകൂടിയാലോ, ദേഷ്യം ഇങ്ങോട്ട് വന്നാൽ ഉറക്കെ സംസാരിക്കും. കാരണം എന്താ? മനസ്സിൻ്റെ സ്ഥാനം അകലെയാണ്. മനസ്സിൻ്റെ സ്ഥാനം അകലെയാകുമ്പോൾ ഉറക്ക വിളിക്കണ്ടേ? അതാണത്ര ഈ ഉറക്ക ശബ്ദത്തിന് ദേഷ്യം വരുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഗദ കയ്യിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ദേഷ്യം മാറാനാണ്. ദേഷ്യം വന്ന അപ്പം തോർക്കണം. ആ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അത് മനസ്സിൽ കോപ്പി ചെയ്യണം. ആ ശംഖ്, ചക്രം, ഗദ, പത്മം, വരമാല ഇതൊക്കെ നമ്മൾ മനസ്സിൽ കോപ്പി ചെയ്യണം. അപ്പോൾ ഗദ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്ന അയ്യോ ഭഗവാൻ ഗദ വെച്ചിരിക്കുന്നത് എൻ്റെ ശത്രുവിനെ നിഗ്രഹിക്കാനാണ്. ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം, ഉപകഥ. ഗുരുവായൂർ പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ 2 ഭാര്യ ഭർത്താക്കന്മാർ റിട്ടയേർഡ് ക്യാൻസാണ്. അവർ രാമനാട്ടുകരുള്ള ആൾക്കാരാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനുമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടു മാതൃഭൂമിയിൽ. എന്താ അറിയോ? കഷണ്ടിക്ക് മരുന്നുണ്ട്. ഇതങ്ങോട്ട് കേട്ട വഴിക്ക് പുറപ്പെട്ടു. ഭാര്യ പറഞ്ഞു, ഭർത്താവിനാണെങ്കിൽ കുമ്പളങ്ങ മാരിയ, എനിക്ക് കുറച്ചും കൂടി വേണ്ടി വരും, എന്നാൽ റെഡിയാവും.
അപ്പം ശരി പോയി കളയാം. പിറ്റേ ദിവസം 3:30 ട്രെയിനിന് കയറി തിരുവനന്തപുരത്ത് എത്തി. ഒരാഴ്ച കൊണ്ട് മാറ്റി കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും ഭാര്യ വിളിച്ച് പറഞ്ഞു, മലപ്പുറത്താണ് വീട്, കണ്ടോളി, ഒരാഴ്ച കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കഷണ്ടി മാറുന്നു. നേരെ ചെന്നു. രാവിലെ ചെന്നപ്പോൾ 9:30-10 മണിക്ക് ട്രെയിൻ അവിടെ എത്തി. നേരെ ചെന്നു ക്ലിനിക്കിൽ. കുറച്ച് ആൾക്കാരൊക്കെ കഴിഞ്ഞു. എവിടുന്നാ വരുന്നേ? ഗുരുവായൂരുന്ന. ആ ഗുരുവായൂരുന്ന പറയുമ്പോൾ ഒരു പ്രീതി കൂടി. എന്തേ വന്നേവോ? പേപ്പറിലൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ആ, ഇതൊരു തുള്ളി മരുന്നാണ്. ഒരാഴ്ച ഈ തുള്ളി മരുന്ന് കഴിച്ചാൽ രാവിലെ നേരത്തെ പരട്ട തലയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഇതിൽ 2 തുള്ളി തലയിൽ പരട്ടി കഴിഞ്ഞാൽ ഒരാഴ്ചയുള്ള കഷണ്ടി മാറുന്ന. സന്തോഷമായി. അന്ന് 101 ക്ഷീരബല ആവർത്തിച്ചതിന് 65 രൂപ 80 പൈസ. ഈ മരുന്നിന് 1000 റുപ്യ 100 മില്ലിക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് തേക്കുന്ന സമയത്ത് കുരങ്ങൻ്റെ ചിന്ത വരാൻ പാടില്ല. കുരങ്ങിൻ്റെ ചിന്ത വന്ന് തേച്ചാലോ തല പുഴുത്തു പോവുകയും ചെയ്യും. വേഗം 1000 റുപ്യ കൊടുത്ത് വന്നു. വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ ഭാര്യ നേരത്തെ നീക്കുവോ ഭർത്താവ് നീട്ടു വന്നു. വേഗം തുള്ളിമരുന്നെടുത്തു. 2 തുള്ളി ഒറ്റിച്ച് വയ്ക്കുക. ഭാര്യ ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു ഓർമ്മല്ലേ? ആ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുരങ്ങൻ്റെ ചിന്ത വന്നാൽ തേൽക്കാൻ. അന്ന് തേക്കാൻ പറ്റിയില്ല, ചിന്ത വന്നൂല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ഭർത്താവിന് തോന്നി ഇവിടെ ശരിയാവില്ല. പിറ്റേ ദിവസം ഭാര്യ നീക്കണേക്കേറ്റ് മുമ്പ് ഭർത്താവ് നീറ്റു. 2 തുള്ളി ഒറ്റിച്ചപ്പോഴേക്കും ചെറിയ മകന് വന്ന്, അച്ചാച്ച ഏത് കുരങ്ങിനാ ചോദിക്കരുതെന്ന്. അന്നും തേക്കാൻ പറ്റിയില്ല. പിന്നെ കുപ്പി കണ്ടാൽ നമുക്കെന്ത് ഓർമ്മ വരും? കുരങ്ങിൻ്റെ ഓർമ്മ. തേക്കേണ്ടി വന്നില്ല എന്നാണ്. ഇതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാ ഈ രാമായണം. ഈ നിത്യജീവിതത്തിലെ സന്തോഷം പകരാനാ. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വീണയുടെ കമ്പി മാതിരിയാ. നല്ലോ മുറുക്കിയാലോ അത് പൊട്ടും, മുറുക്കിയില്ലെങ്കിലോ സൗണ്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനിങ്ങനെ ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ രാമായണ പാരായണത്തിലൂടെ രാമായണ പ്രഭാഷണം കേട്ടു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനവും ശാന്തി ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.